ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ഏർപ്പെടുത്തി. ഹോർമൂസിൽ ഇറാനെ പൂട്ടാൻ യുഎസ് വലിയ പടയൊരുക്കം നടത്തിയിരിക്കുന്നു. ഉപരോധത്തിലൂടെ ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള തിരക്കിട്ട നീക്കവുമായാണ് യുഎസ് മുന്നോട്ടു പോകുന്നത്. ഹോർമൂസിലൂടെ യുഎസിന്റെ കണ്ണുവെട്ടിച്ച് ഒരു ഈച്ച പോലും കടന്നു പോകില്ലെന്നാണ് യുഎസിന്റെ ഭീഷണി. മേഖലയിൽ വൻ സൈനിക സന്നാഹമാണ് യുഎസ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാരകായുധങ്ങളുമായി 15ലധികം യുദ്ധക്കപ്പലുകൾ യുഎസ് അറബിക്കടലിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ യുദ്ധക്കപ്പലുകളിൽ യുഎസിന്റെ തുറുപ്പുചീട്ടായ USS ട്രിപ്പോളിയാണ്. F-35B ലൈറ്റനിങ് യുദ്ധവിമാനങ്ങളും MV-22 ഓസ്പ്രേ വിമാനങ്ങളും വഹിക്കാൻ ശേഷിയുണ്ട് ഈ അത്യാധുനിക യുദ്ധക്കപ്പലിന്. കൂടുതൽ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷി USS ട്രിപ്പോളിക്കുണ്ട്. USS ഫ്രാങ്ക് E. പീറ്റേഴ്സൺ, USS മൈക്കിൾ മർഫി എന്നീ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും യുഎസിന്റെ സൈനിക കരുത്ത് കൂട്ടുന്നുണ്ട്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക ടീമുകളെയും സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ബോർഡിംഗ് ടീമുകൾക്ക് ഹെലികോപ്റ്റർ വഴിയും ഹൈസ്പീഡ് ബോട്ടുകൾ വഴിയും ഏത് കപ്പലുകളെയും മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യമിട്ടെത്താം. കടലിലുള്ള ഏതൊരു നീക്കവും യുഎസ് സദാസമയവും നിരീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനായി സർവെയിലൻസ് ഡ്രോണുകളും റഡാറുകളും സജ്ജമാണ്. അതിനിടെ ചൈനയുടെ കപ്പൽ ഹോർമൂസ് കടന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. യുഎസിന്റെ നാവിക ഉപരോധത്തെ മറികടന്നാണ് കപ്പൽ കടന്നുപോയിരിക്കുന്നത്. റിച്ച് സ്റ്റാറി എന്ന കപ്പലാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നു പോയതെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഫുൾ സ്റ്റാർ എന്നായിരുന്നു ഈ കപ്പലിന്റെ പേര്. 2023 ഈ കപ്പലിനെ യുഎസ് കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നത് ഇങ്ങനെയാണ്: പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തു കടക്കാൻ 24 മണിക്കൂറിൽ 2 തവണ ഈ കപ്പൽ ശ്രമം നടത്തി. ഉപരോധം പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു കപ്പലിന്റെ നീക്കങ്ങൾ. കപ്പൽ ഇറാന്റെ ഖേഷം ദ്വീപിന് സമീപം എത്തിച്ചേർന്നു. ആദ്യം കപ്പൽ പിന്തിരിഞ്ഞു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം കപ്പൽ യാത്ര തുടർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. UAE തുറമുഖത്ത് നിന്നാണ് റിച്ച് സ്റ്റാറി ചരക്ക് കയറ്റിയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസിന്റെ ഉപരോധം നിലനിൽക്കുന്ന കപ്പൽ എങ്ങനെയാണ് ഹോർമൂസ് കടന്നുപോയതെന്നത് വ്യക്തമല്ല. റിച്ച് സ്റ്റാറിക്കൊപ്പം LPS എന്നു പേരുള്ള മറ്റൊരു കപ്പലും ഈ സമയം ഹോർമൂസ് കടലിലൂടെ നീങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ഹോർമൂസ് കടന്നു പോകുന്ന ആദ്യ കപ്പലാണ് റിച്ച് സ്റ്റാറി എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ റിച്ച് സ്റ്റാറി പെട്ടെന്ന് ഒരു യൂടേൺ എടുത്ത് പേർഷ്യൻ ഗൾഫിലേക്ക് തിരികെ പോകുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രമുഖ മാധ്യമമായ വിയോണാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷാങ്ഹായ് സുവാൻടൺ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഈ റിച്ച് സ്റ്റാറി. ഏകദേശം 250,000 ബാരൽ മെത്തനോൾ വഹിക്കുന്ന ഈ ഇടത്തരം ടാങ്കർ യുഎസ് ഉപരോധം ഔദ്യോഗികമായി ആരംഭിച്ച ശേഷം പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തു കടക്കുന്ന ആദ്യത്തെ കപ്പലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.